ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ കണ്ണാടിക്കുള്ളിൽ പാമ്പ്. തമിഴ്നാട് സേലം നാമക്കൽ റോഡിലാണ് സംഭവം. കണ്ണാടിക്ക് പുറകിൽ പാമ്പ് ഇരിക്കുകയായിരുന്നു. കാറ് ഓടിച്ചു തുടങ്ങിയപ്പോൾ പാമ്പ് പുറത്തു വന്നു. கண்ணாடிக்குள்ள அங்க நீங்க திறந்து வச்சுட்டு போன கிளாஸ் உள்ளுக்குள்ள பூந்துருந்தீங்க ஒரே அந்த கண்ணாடிக்குள்ள அங்க நீங்க திறந்து வச்சுட்டு போன கிளாஸ் உள்ளுக்குள்ள பூந்துருந்தீங்க ஒரே കെ.ബി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഇങ്ങനെ വീട്ടിൽ നിന്ന് വാഹനമൊക്കെ എടുക്കുമ്പോൾ ആ വാഹനത്തിലൊക്കെ പാമ്പ് ഇരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വാഹനം ഓടിക്കുന്ന ഒരു സമയത്ത് ഗ്ലാസിനിടയിൽ വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ കയറിക്കൂടാൻ പറ്റുക എന്നുള്ളതാണ്. വിഷപ്പാമ്പായിരുന്നോ? ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ്. ഏതായാലും വീട്ടിൽ നിന്ന് വാഹനം എടുക്കുമ്പോൾ ഈ ഡ്രൈവർ പാമ്പിനെ കണ്ടിരുന്നില്ല. വാഹനം മുന്നോട്ട് പോകുന്നതിനിടെ സൈഡ് മിററിൽ നിന്ന് കണ്ണാടിക്ക് ഉള്ളിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരികയായിരുന്നു. ഉടൻ തന്നെ ഇയാൾ വണ്ടി നിർത്തി സൈഡാക്കി അതിനുശേഷം പാമ്പിനെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഏതായാലും ഇതൊരു മുന്നറിയിപ്പ് നൽകുക തന്നെയാണ്. നമ്മൾ വാഹനം എടുക്കുമ്പോൾ ദീർഘനേരമൊക്കെ പാർക്കിങ്ങിൽ കിടന്ന വാഹനം തിരിച്ചെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഇഴജന്തുക്കളൊക്കെ അതിൽ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴായി നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ എടുക്കുമ്പോഴും മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ പാമ്പുകൾ ഇങ്ങനെ കയറുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് കാടിനടുത്തൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടക്കുമ്പോഴൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാറ്. ഏതായാലും അങ്ങനെ എടുക്കുമ്പോൾ ഒരു ജാഗ്രത വേണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ഏതായാലും പാമ്പിന്റെ കടിയൊന്നും ഏൽക്കാതെ ഈ കാറിലുണ്ടായിരുന്നവർക്ക് ആ പാമ്പിനെ പുറത്തെടുക്കാനായി എന്നുള്ളത് ആശ്വാസകരമാണ്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ സേലത്തുള്ള ആളുകൾ മാത്രം ശ്രദ്ധിക്കേണ്ട വിഷയമല്ല ഇത്. എല്ലാവരും ശ്രദ്ധിക്കണം. കാറിൽ വാഹനത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്ഷുദ്ര ജീവികൾ ഇഴജന്തുക്കളൊക്കെ തന്നെ കയറിയിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മളിടുന്ന ഷൂവിൽ പോലും അകത്ത് കയറി ഇരുന്ന് കടിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടുന്നതിനും വാഹനം ഉപയോഗിക്കുന്നതിനും മുൻപൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും.